The Lord. Praise the Lord. ബഹുമാനപ്പെട്ട ഒട്ടായി അച്ഛൻ, എല്ലാ അച്ഛന്മാരെ, കന്യാസ്ത്രീ സിസ്റ്റേഴ്സെ, സ്നേഹമുള്ള ദൈവജനമേ, ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ കാണാനായിട്ട്. ഈശോയുടെ കാലത്ത് ഇതുപോലെ വലിയ ജനാവലി ഓരോ പട്ടണങ്ങളിൽ നിന്നുമെല്ലാം ഒരുമിച്ച് വന്നിരുന്നു അവൻ്റെ വചനം കേൾക്കാൻ. അവൻ്റെ നാമം, ഈ യേശുനാമത്തെക്കുറിച്ചുള്ള പുസ്തകവും അച്ഛനെ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം കോരിത്തരിക്കുകയാണ്. കാരണം ഞാൻ പണ്ടേ മുതലേ ഈ യേശുനാമ ജപങ്ങളൊക്കെ ഹിന്ദിയിൽ ഞങ്ങൾ പാടുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പാടി നോക്കട്ടെ, ശരിയാവുന്നേ. യേശു 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 നാം, യേശു നാം പാവൻ നാം, യേശു നാം മുക്തി നാം, യേശു നാം ശക്തി നാം, യേശു 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 നാം, യേശു നാം പാവൻ നാം. കൈയടിച്ച് യേശു 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 നാം, യേശു നാം പാവൻ നാം, യേശു നാം മുക്തി നാം, യേശു നാം ശക്തി നാം, യേശു 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 നാം, യേശു 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 നാം, യേശു നാം യേശു നാം, യേശു 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 നാം, യേശു നാം ശക്തി നാം, യേശു നാം മുക്തി നാം, യേശു നാം പാവൻ നാം, യേശു 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 നാം, യേശു 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 നാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ യേശുനാമം പറഞ്ഞപ്പോൾ അങ്ങനെ ഓർത്തതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പാടാറുണ്ട്, ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ യേശു നാം നാം, ബോലോ യേശു നാം. കൈയടിച്ച് ബോലോ നാം നാം, ബോലോ യേശു നാം നാം, ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ യേശു നാം നാം നാം, ബോലോ യേശു നാം നാം, ബോലോ യേശു 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 നാം. കൈകൾ ഉയർത്തിയടിച്ച് ബോലോ യേശു നാം, ബോലോ യേശു നാം നാം, 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 ബോലോ യേശു നാം, ശരി ആടിപ്പാടി ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, 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 ശക്തിയോടെ ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ യേശു നാം നാം, ചാടി ചാടി ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, Come on, ചാടി ചാടി ബോലോ യേശു നാം നാം, ബോലോ യേശു നാം, 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 ബോലോ യേശു നാം നാം, ബോലോ യേശു, കൈകൾ ഉയർത്തി അടിച്ചു. യേശു നാം നാം, ബോലോ യേശു നാം, ബോലോ 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 യേശു നാം നാം, ബോലോ യേശു നാം,
എല്ലാവരും അധരം തുറന്ന് അധരം തുറക്കൂ. യേശുനാമം ശക്തിനാമം, മുക്തിനാമം, രക്ഷനാമം. യേശുനാമം യേശുനാമം എല്ലാവരും അതിരം തുറന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയം വിശ്വസിച്ചുകൊണ്ട് അതിരം കൊണ്ട് ഏറ്റുപറയുക. തുള്ളിച്ചാടി 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 ഹല്ല ബല്ല ഹല്ല ബല്ല ഹല്ല ബല്ല അതിരം തുറക്കട്ടെ. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആദരം കൊണ്ട് ഏറ്റുപറയുക. നിങ്ങൾക്ക് മുക്തി കിട്ടും, രക്ഷ കിട്ടും. വേറെ ഒന്നുമല്ല, യേശുവാണ് എൻ്റെ രക്ഷകൻ. ആകാശത്തിന് കീഴേ മനുഷ്യവംശത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകിയിട്ടില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമുയർത്തുക. ആ കരമുയർത്തി പിടിച്ചിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിരം കൊണ്ടൊരിക്കൽ കൂടി ഏറ്റു പറയുക. ഞാൻ വിശ്വസിക്കുന്നു, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകിയിട്ടില്ല. യേശുനാമമല്ലാതെ 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 ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകിയിട്ടില്ല. യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഉച്ചത്തിൽ ഏറ്റവും നീട്ടി വിളിക്കാവുന്ന മാതിരി നീട്ടി വിളിക്കുക. നിങ്ങൾ എത്രത്തോളം ശ്വാസം വിളിക്കാൻ പറ്റുമോ അത്രയും ശ്വാസം. നിങ്ങളുടെ ഓരോ ശ്വാസവും യേശുനാമമായി മാറണം. നിങ്ങളുടെ ശ്വാസത്തിന്റെ നീട്ടം നോക്കട്ടെ. യേശുവേ, യേശുവേ, praise the Lord.
അത് നീട്ടി വിളിക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി കൊണ്ട് ഇങ്ങനെ നിറയുകയാണ്. ഒരിക്കൽ കൂടി പൂർണ്ണ ശക്തിയോടെ നമ്മുടെ ഓരോ കോശങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ മോളിക്യൂൾസും ഇപ്പം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി കൊണ്ട് നിറയുകയാണ്. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരം കൊണ്ട് നിങ്ങൾ ഏറ്റുപറയുകയാണ്. ഈ വലിയ രഹസ്യം ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു തൻ്റെ രക്തമൊഴുക്കി തൻ്റെ ജീവൻ നൽകി. ആ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. എന്താണ്? ദൈവം രക്ഷിക്കുന്നു. ഗോഡ് സേവ്സ്. നമ്മൾ യേശു എന്ന് വിളിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മാലാഖയെ അയച്ചുകൊണ്ട് മറിയത്തിനോടും ഔസേപ്പിനോടും പറഞ്ഞു, അവന് നീ യേശു എന്ന് പേരിടണം. കാരണം അവൻ എല്ലാവരെയും അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. ഭൂമിയെ, ലോകം മുഴുവനെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അതൊരു ഹീബ്രു പദമാണ്. ആ ഹീബ്രു ഭാഷയിൽ അതിൻ്റെ അർത്ഥം യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവരും പറഞ്ഞേ, ദൈവം രക്ഷിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ, ഇപ്പം നമ്മുടെ മക്കളോ ആരെങ്കിലും എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ പറയും, ഓ യേശുവേ ഉണ്ടോ, വളരെ നല്ല പറയലാണ് എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂടാ. അതാണ് അതിൻ്റെ അർത്ഥം. യേശുവേ, ഓ എടാ നിന്നെ എന്ത് ചെയ്യും യേശുവേ എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇതാണ്, ദൈവം രക്ഷിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, ദൈവം രക്ഷിക്കുന്നു. ഞാൻ പറയും, ഞാൻ യേശു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ദൈവം രക്ഷിക്കുന്നു. ഞാൻ ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും യേശു എന്ന് പറയും. ഓക്കെ? യേശുവേ, ദൈവം രക്ഷിക്കുന്നു. യേശുവേ, ദൈവം രക്ഷിക്കുന്നു. ദൈവം രക്ഷിക്കുന്നു. യേശുവേ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ എന്താ യേശു എന്ന വാക്കിന് അർത്ഥം? എന്താണോ ഉച്ചത്തിൽ പറഞ്ഞേ? ഇത് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഈ സംഭവത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഓരോ കോശങ്ങളിലും നമ്മുടെ ഹൃദയമെല്ലാം പുതിയതായി മാറും. വലിയ രോഗശാന്തി, അത്ഭുത സംഭവങ്ങൾ ഇപ്പോൾ നടക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ അങ്ങനെ വിളിക്കാൻ പോവാണ് യേശുവിനെ. വിളിക്കാമല്ലോ ഇല്ലേ? ഹൃദയം തുറന്ന് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ അറ്റം വരെ എടുക്കാൻ ഏറ്റവും വലിയ ശബ്ദത്തിൽ വിളിക്കണം. റെഡി? ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആദരം കൊണ്ട് ഏറ്റുപറയാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ശ്വാസം പിടിച്ചോളൂ, ശ്വാസം എടുത്തോ. യേശുവേ, ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം പിന്നീട്
അച്ഛൻ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കും. പക്ഷേ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒറ്റ വാക്ക് മതി, ഒറ്റ വാക്ക് മതി. ഈ ഒറ്റ വാക്കിൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു. ആർക്ക് നൽകിയിരിക്കുന്നു? ഉച്ചത്തിൽ പറഞ്ഞേ, ആർക്ക് നൽകിയിരിക്കുന്നു? യേശു. അപ്പൊ ആ യേശു എന്ന വാക്കിൽ എന്തടങ്ങിയിരിക്കുന്നു? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും നടന്നിരിക്കുന്നു. വിശ്വസിക്കുന്നുവോ നിങ്ങൾ? അതുകൊണ്ടാണ് നമ്മൾ കുർബാനയെല്ലാം പാടുന്നത് സർവാധിപനാം കർത്താവേ എന്ന് പറഞ്ഞാൽ സർവാധിപനാം യേശുവേ, മർത്യനു നിത്യ മഹോന്നതമാം ഉത്താനം നീ അരുളുന്നു. അത്രയ്ക്ക് വലിയ ശക്തിയാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തി. ലാസറിന്റെ വീട്ടിൽ യേശു വന്നിട്ട് പറഞ്ഞു. അപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ ഇപ്പോൾ 4 ദിവസമായി ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. മാർത്ത, നീ വിശ്വസിക്കുക. ആരാണെന്നാണ് നീ വിശ്വസിക്കണേ? ഞാൻ ആരാണെന്നാണ് വിശ്വസിക്കണേ? അപ്പൊ ഈശോ പറഞ്ഞു, ഐ ആം ദ റിസറക്ഷൻ. യേശു ആരാകുന്നു? യേശു ഉയർപ്പാകുന്നു. ഓ, നീ ഇത് വിശ്വസിക്കുന്നുവോ? നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? യേശു ഉയർപ്പാകുന്നെന്ന് വിശ്വസിക്കുന്നുവോ? അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവൻ യേശുവാണെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. നമ്മളൊക്കെ വിചാരിക്കണത് നമ്മളങ്ങ് മരിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്നാണ്. ഒന്നും കഴിയുന്നില്ല. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ജീർണിച്ചാലും അന്ത്യദിനത്തിൽ അത് ഉയർത്തെഴുന്നേൽക്കും. ഇത് വിശ്വസിക്കുന്നുവോ? അത് എളുപ്പം അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. എങ്കിലും നമ്മൾ പറയാറുണ്ട്, ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ക്രൈസ്തവനായാലും അക്രൈസ്തവനായാലും എല്ലാ മനുഷ്യരും അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയിലൂടെയാണ്. ആ ഉയർപ്പിൻ്റെ ശക്തിയാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ രോഗശാന്തി, വിടുതൽ, വിമോചനം ഇതൊക്കെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ആ യേശുവിൻ്റെ ശക്തി. മാർത്ത, യേശു പറഞ്ഞു, നീ വിശ്വസിക്കുകയാണെങ്കിൽ, നീ എന്ത് വിശ്വസിക്കുകയാണെങ്കിൽ? നീ യേശു നാമത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, യേശു നാമത്തിന്റെ ശക്തി എന്താണ്? നീ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ ചീഞ്ഞഴിഞ്ഞ നിന്റെ സഹോദരൻ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആരെങ്കിലും ചീഞ്ഞഴിഞ്ഞവരുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? വിശ്വാസമില്ലാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തെ നിന്ദിച്ചുകൊണ്ടും മദ്യപിച്ചും വ്യഭിചരിച്ചും വലിയ പാപത്തിൻ്റെ കെട്ടിൽ കിടക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? മിണ്ടണ്ട, ഇപ്പം കൈയൊന്നും ഉയർത്തണ്ട. ഉണ്ടെങ്കിൽ അവരെ മനസ്സിൽ കാണോ? അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളിൽ ആരെങ്കിലും ഉണ്ടോ? വർഷങ്ങളായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അങ്ങനെ ചീഞ്ഞളിഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇപ്പോൾ യേശുനാമത്തിന്റെ ശക്തിയിലൂടെ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇപ്പോൾ ആ മനുഷ്യന് പൂർണ്ണ വിമോചനം നൽകുമെന്ന് വിശ്വസിക്കുന്നുവോ? 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 ഉച്ചത്തിൽ ഒരിക്കൽ കൂടി ആ ആളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോ പറഞ്ഞു, നീ വിശ്വസിക്കുമെങ്കിൽ ഇപ്പോൾ ദൈവമഹത്വം കാണും. ഇപ്പോൾ ദൈവമഹത്വം കാണും. ഇപ്പോൾ ദൈവമഹത്വം കാണും. നിങ്ങൾ ഇവിടെ യേശുവിനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ലാസർ ഉയർക്കും. ശതാധിപൻ വന്നിട്ട് ഈശോയോട് പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അങ്ങ് അകലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭൃത്യൻ മരിക്കാറായി കിടക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ വരാം. ഇല്ല, നീ വരേണ്ട ആവശ്യമില്ല. നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ അത്ഭുതം നടക്കും. ഇവിടെ ഈ അട്ടപ്പാടിയിൽ നിന്നുകൊണ്ട്, ഈ സെഹിയോൻ കൂടാരത്തിൽ നിന്നുകൊണ്ട്, ഈ അഭിഷേകാഗ്നി കൂടാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് നീട്ടി വിളിക്കുമ്പോൾ
മരിച്ചവൻ ഉയർക്കുന്ന യേശുവിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലുള്ളവർക്ക് വിമോചനം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിൽ കാണുക, യേശു ഉയർത്തെഴുന്നേറ്റ യേശു കുരിശിൽ മരിക്കൂ, മാത്രമല്ല മരിച്ചവൻ ഉയർത്തു. ആ യേശു ഉയർത്തപ്പോൾ മരിച്ച സമയത്ത് യേശുവിൻ്റെ രക്തം മുഴുവനും വാർന്നു പോയോ ഇല്ലയോ? ശരീരമെല്ലാം കഷ്ടമായി എല്ലുകൾ എണ്ണമായിരുന്നുവെങ്കിലും ആ യേശുവിനെ കബറിടത്തിൽ അടക്കി കഴിഞ്ഞപ്പോൾ ആ കബറിടത്തിൻ്റെ ഉള്ളിൽ വെച്ച് എന്ത് സംഭവിച്ചെന്നറിയോ? യേശുവിന് പുതിയ രക്തമുണ്ടായി, പുതിയ മാംസമുണ്ടായി. അങ്ങനെയാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത്. അങ്ങനെയുള്ള പുതു രക്തവും പുതിയ മാംസത്തിനെയാണ് നമ്മൾ പറയുന്നത് പുതുജീവൻ. ആ പുതുജീവൻ ഉള്ള യേശുവിനെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും വിളിക്കാൻ പോവുകയാണ്, വിശ്വാസത്തോടെ വിളിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഒരു വശത്ത് യേശുവിനെ കാണുന്നു, മറുവശത്ത് നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ നിങ്ങൾ തന്നെ ആയിരിക്കാം. ഇവിടെ വന്നിരിക്കുന്ന വലിയ രോഗത്തിൽ, കഷ്ടതകളിൽ, ബുദ്ധിമുട്ടുകളിൽ, തകർച്ചകളിൽ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായിരിക്കാം. നിങ്ങളുടെ വീടുകളിൽ വലിയ രോഗത്തിലുള്ളവരായിരിക്കാം, വലിയ അന്ധകാരത്തിലുള്ളവരായിരിക്കാം. മദ്യപാനം, ആസക്തികൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. എന്തു തന്നെ ആയിക്കോട്ടെ, അന്ധകാരത്തിൽ പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രകാശം ഇപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പ്രസരിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ വിശ്വാസത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കരം കർത്താവിലേക്കും ഒരു കരം നിങ്ങളുടെ ജീവിത സാഹചര്യത്തെയും ചിന്തിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ വിളിക്കാൻ പോവുകയാണ്. യേശുനാമത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങൾ കാണും, നിങ്ങളിൽ തന്നെ കാണും, നിങ്ങളുടെ കുടുംബത്തിൽ കാണും. യേശുനാമത്തിന്റെ ശക്തി. യേശുവേ, എത്ര പേർക്ക് ഇപ്പൊ നമ്മൾ ആ യേശുവിനെ വിളിച്ചപ്പോൾ വലിയ ഒരു സന്തോഷവും സമാധാനവും ഹൃദയത്തിൽ ഇങ്ങനെ എരച്ച് കയറുന്ന അനുഭവം ഉണ്ടായവരൊന്ന് കരമുയർത്തിയേ. ഹൃദയത്തിൽ വലിയ സമാധാനം ഒന്ന് കൈവീശി കാണിച്ച്. ഹൃദയത്തിൽ വലിയ സമാധാനം.
അതാണ് സുവിശേഷം പറയുന്നത്, യേശു നമ്മുടെ സമാധാനമാണ്. യേശു നമ്മുടെ സമാധാനമാണ്. നമുക്ക് ഇരിക്കാം. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം ആയിരുന്നാലും, നമ്മൾ എന്തെല്ലാം ചെയ്താലും, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും ഈ ലോകത്തിൻ്റെ സമ്പത്തുകളും ഒന്നും എത്ര കിട്ടിയാലും നമ്മൾക്കിങ്ങനെ കൂടുതൽ കിട്ടണമെന്നേ തോന്നുള്ളൂ, കൂടുതൽ കിട്ടണമെന്ന്. എന്നാൽ ദൈവികമായ സമ്പത്ത്, ആ ദൈവികമായ സമ്പത്ത് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോലെ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു സമരിയാക്കാരി. ബൈബിളിലുള്ളൊരു സംഭവമാണ്. 4-ാമത്തെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം. അവളും വളരെ പാപകരമായ അവസ്ഥയിലൊക്കെ ആയിരുന്നു. കുടുംബജീവിതത്തിൻ്റെ ഇതുപോലൊരു സഹനം നിങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടുണ്ടാവും തോന്നുന്നില്ല. ഒരു ഭർത്താവ്, ആ ഭർത്താവ് എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവസാനം ആ ഭർത്താവിനെ വിട്ടു. അങ്ങനെയുള്ളവർ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമായിരിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അവൾ കല്യാണം കഴിച്ചു. അതിലും വലിയ പ്രശ്നം, പിടിച്ചതിലും വലുത് അളയിലെന്ന് പറഞ്ഞ മാതിരിയായി. അവസാനം ആ ജീവിതവും വിട്ടു, അയാളെയും വിട്ടു. ഇങ്ങനെ 2 ഭർത്താക്കന്മാരെ വിട്ട ആൾക്കാരുണ്ടാവുമോ നിങ്ങളുടെ ഇടയിൽ? കൈയൊന്നും പൊക്കണ്ട, എന്നാലും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇവൾ വിചാരിച്ചു ഇനി നല്ല ഒരു വിശുദ്ധനായ ഒരാളെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഒരാളെ കല്യാണം കഴിച്ചു. അപ്പോൾ അയാൾ അതിലും വലിയ മുക്കറക്കുടിയൻ. കുടിക്കുക മാത്രമല്ല, ഇവളെ അടിക്കുകയും ബഹളം. അവസാനം അയാളെയും വിട്ടു. ഇപ്പം ചിലർ ചിന്തിക്കുകയാണ് അങ്ങനെ 3-4 കല്യാണം കഴിക്കാമോ എന്ന്. അങ്ങനെ ഒരു ആശയം നിങ്ങൾ ഉദ്ദേശിക്കേണ്ട, ഇത് അവളുടെ കാര്യമാണ്. അപ്പോൾ ഈശോയ്ക്ക് അവളോട് എന്തോ ഒരു സഹതാപം തോന്നി. നോക്കി, അവളുടെ കുടുംബത്തിലെ പ്രശ്നമാണ്. അവള് അട്ടപ്പാടിയിലേക്കല്ല വന്നത്, അട്ടപ്പാടി അവളുടെ അടുത്തേക്ക് ചെന്നു. പ്രൈസ് ദ ലോർഡ്. അവൾ അഭിഷേകാഗ്നിയിലേക്ക് വന്നില്ല, പക്ഷെ അഭിഷേകാഗ്നി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നില്ല. അവൾക്ക് യേശുവിനെ കുറിച്ച് യാതൊരു ജ്ഞാനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ യേശു നട്ടുച്ചയ്ക്ക് ഏതാണ്ട് ഈ സമയത്ത് ഒരു വെയിലത്ത് നടന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടോ, എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. യേശുവിനെ ഇവളെ ഒറ്റയ്ക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം, ഇവളെ ഒറ്റയ്ക്കൊന്ന് കാണണം. ഇവളുടെ പ്രശ്നങ്ങൾ വേറെ ആർക്കും അറിയാൻ പാടില്ല ആ നാട്ടിൽ. ഈ അപ്പോസ്തലന്മാർക്കും അറിയണ്ട. യേശു നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്ത് ഇവളെ തേടി ചെന്നു എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ യേശു നമ്മളെ തേടി വരുന്ന യേശുവാണ്. നമ്മളെ തേടി വരുന്ന യേശു. അങ്ങനെ അവളോട് സംസാരിക്കുകയാണ്. അവളുടെ സ്വഭാവം വളരെ പരുഷമായിരുന്നു. അവളോട് ചോദിച്ചു, ഒരു ചെറിയ കാര്യം ചോദിച്ചത്, ഒരു ഇച്ചിരി വെള്ളം എനിക്ക് കുടിക്കാൻ തരാമോ? ഇങ്ങനെയൊക്കെയാണ് യേശു കാര്യങ്ങൾ സംസാരിക്കുന്നത്. അവളോട് വന്ന വഴി തന്നെ ഇങ്ങനെ പറഞ്ഞു, നീ മഹാപാപിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, നീ കൊള്ളൂല, നീ ആകെ പൊട്ടയാണ്. നീ ഒന്നും പറഞ്ഞില്ല, അവളുടെ കുറ്റങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇത്രയും പാപിനിയാണ് എങ്കിലും യേശു അവളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. യേശു അവളെ സ്നേഹിക്കുന്നു. എന്താ യേശു നാമത്തിൻ്റെ അർത്ഥം? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം രക്ഷിക്കുന്നു.
യേശുവിന് വേറെ ഒന്നും അറിഞ്ഞൂടാ. യേശുവിന് വേറെ ഒന്നും അറിഞ്ഞൂടാ. ഒന്നേ അറിയുള്ളൂ, ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു. യേശു വന്നപ്പോ എല്ലാവരും പാപികളാണ്. യേശു ഒരാൾ മാത്രമേ പാപമില്ലാത്ത ഒരാളുള്ളൂ. ആണോ അല്ലയോ? യേശു വന്നപ്പോ വല്ല ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നോ? ചിന്തിച്ചു നോക്കിയേ. യേശു വന്നപ്പോ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നോ? ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. നിങ്ങളിൽ ഒരുപാട് പേര് ക്രിസ്ത്യാനികളല്ലാത്തവരായിരിക്കാം. ഹിന്ദുക്കളും മുസ്ലിം, സിഖ്, പഞ്ചാബി, പാഴ്സി, ഈ ടെലികാസ്റ്റിംഗ് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങളാര് തന്നെ ആയാലും യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. യേശു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഒന്ന് കരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ്, യേശു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു വന്നത് എല്ലാ ജാതി മനുഷ്യർക്കും വേണ്ടിയാണ്. എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണ്. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. യേശു ഈ സമരിയാക്കാരിയുടെ അടുത്ത് ചെന്നു. അവൾ ക്രിസ്ത്യാനിയായിരുന്നു? അവൾ ക്രിസ്ത്യാനിയല്ല. അവൾ യഹൂദയായിരുന്നു? യഹൂദയുമല്ല. അവളുടെ അടുത്തേക്ക് ചെന്നു, വളരെ സ്നേഹത്തോടെ ചോദിച്ചു. അവളുടെ ഒരു കാര്യവും പറഞ്ഞില്ല, ഒരു കാര്യവും പറഞ്ഞില്ല. അവളുടെ പാപത്തെക്കുറിച്ച് യേശു ഒന്നും പറയുന്നില്ല. അപ്പോൾ അവളോട് പറഞ്ഞു, ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാമോ? എനിക്ക് ദാഹിക്കുന്നു. ഒന്ന് പറഞ്ഞെല്ലാവരും, എനിക്ക് ദാഹിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എനിക്ക് ദാഹിക്കുന്നു. ദൈവവചനമാണ്. അവളുടനെ പറഞ്ഞു, യഹൂദരും സമരിയക്കാരും തമ്മിൽ സംബന്ധമൊന്നുമില്ലെന്ന് അറിഞ്ഞൂടെ? നീ എന്തിനാണ് എന്നോട് വെള്ളം ചോദിക്കണേ? നമ്മളൊക്കെ ആണെങ്കിൽ ഒന്നെന്നാ ശരി, വേണ്ട നിന്റെ വെള്ളം എന്ന് പറഞ്ഞ് പോയേനെ ഇല്ലേ? ഇച്ചിരി വെള്ളമല്ലേ ചോദിച്ചോളൂ, ഇത്രപ്പോ ദേഷ്യപ്പെടാൻ എന്താ കാര്യം? യേശു അനന്ത സ്നേഹമാണ്. എന്താണ്? ആരാണ് യേശു? അനന്ത സ്നേഹമാണ്, അനന്ത കരുണയാണ്. നമ്മൾ അങ്ങോട്ട് എന്ത് വേണമെങ്കിലും ദേഷ്യപ്പെട്ടോ ഒരു കുഴപ്പമില്ല, അതൊന്നും അവിടെ ഏക്കൂല. യേശുവിൻ്റെ മേല് ഏക്കൂല. കാരണം യേശു സ്നേഹം മാത്രമാണ്. അപ്പൊ ഇവള് പറഞ്ഞ്, അവിടെ വെള്ളം ചോദിച്ചു വന്നേക്കണോ? യഹൂദനാണ് നീ, ഞാൻ സമരിയക്കാരി, വെള്ളം തരില്ല. യേശുവിന് അത് ഏക്കണില്ല. യേശുവിൻ്റെ സ്നേഹം കുറേയും കൂടി കൂടുതലായിട്ട് ഒഴുകുകയാണ്. ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിലേ നീ എന്നോട് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ യേശുവിൻ്റെ ഈ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി അവളിൽ തുളച്ചു കയറി. യേശുവിൻ്റെ കരുണാർദ്രമായ സ്നേഹം അവളിൽ തുളച്ചു കയറി. അവളിലെ വലിയൊരു വ്യത്യാസം വരാൻ തുടങ്ങി. അവൾ പറയുകയാണ്, പ്രഭോ, പ്രഭോ, കണ്ടോ, പ്രഭോ അങ്ങെങ്ങനെ വെള്ളം തരും? കിണർ ഒരുപാട് താഴമുള്ളതാണ്, അങ്ങയുടെ കയ്യിൽ ബക്കറ്റൊന്നുമില്ലല്ലോ, വെള്ളം കോരാൻ പാത്രമില്ലല്ലോ. നീ അറിയാത്ത വെള്ളം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ തരുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ നിനക്കിനി ഒരിക്കലും ദാഹിക്കുകയില്ല. കുറച്ചു മുമ്പ് പറഞ്ഞു യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു സംബന്ധമില്ല എന്ന് പറഞ്ഞ അവളിപ്പോ പറയാണ്, എന്നാൽ ആ ജലം കുറച്ച് എനിക്ക് തായോ. കണ്ടോ, യേശു അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. 1 മിനിറ്റ് കൂടി വന്ന 2 മിനിറ്റ് ഉണ്ടായിരിക്കും ഈ സംസാരം ഇല്ലേ? യേശുവിനധികം സമയമൊന്നും വേണ്ട. അതാണ് ശതാധിപൻ പറഞ്ഞത്, ഒരു വാക്ക് പറഞ്ഞാൽ മതി അവിടെ സംഭവം നടക്കും. അത്രയ്ക്ക് അത്ഭുത ശക്തി നിറഞ്ഞതാണ് യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ വാക്ക്.
ഇവളോട് പറഞ്ഞു, തരാം, വെള്ളം തരാം, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിയിട്ട് വരിക. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക. നമ്മളിപ്പോൾ ഭർത്താവിനെയൊക്കെ കൂട്ടിക്കൊണ്ടായിരിക്കും ഇവിടെ വന്നേക്കണത്, അതുകൊണ്ട് നമുക്ക് വിഷമിക്കണ്ട. അവൾ പറഞ്ഞേ, അപ്പോഴവൾ ആകെ അങ്ങ് അന്തം വിട്ടു. എടാ ചതിച്ചല്ലോടാ, ഇനിയിപ്പോൾ എന്താ പറയാം. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവൊന്നുമില്ല. അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവുമല്ല. അങ്ങനെ ഒരു അവിഹിത ബന്ധത്തിലാണ് നീ ജീവിക്കുന്നത്. നിനക്കിതെങ്ങനെ അറിയാം? ഈ നാട്ടിൽ ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും മറച്ചു വയ്ക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ സകല പ്രവൃത്തികളും ദൈവം ഇങ്ങനെ ഈ ടി വിയിൽ കാണണമാതിരി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടി വിയിൽ ഞാൻ പറയണത് നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നുണ്ടോ ഇല്ലയോ? ടി വിയിൽ കാണുന്ന പോലെ ദൈവത്തിൻ്റെ ടി വിയിൽ നമ്മൾ ചെയ്യണതൊക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ച മാതിരി കാണുക മാത്രമല്ല, അതവിടെ റെക്കോർഡ് ചെയ്ത് തിരിച്ചേക്കാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. അവൾ പറയാണ്, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നല്ലോ. ഉടനെ അവളുടെ ചിന്ത മുഴുവനും, അവളുടെ ഉള്ളിൽ ഒരു ഭയങ്കര ചലനമുണ്ടായി. ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ അറിവ് അവൾക്ക് കിട്ടി. ഈ വ്യക്തിയെക്കുറിച്ചുള്ള അറിവ്, ഈ യേശു വെറും വെള്ളം ചോദിച്ചു വന്ന ഒരു യഹൂദനല്ല. ഈ യേശു ഒരു വലിയ എന്തോ സംഭവമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ നടന്ന സകലതും യേശുവിനറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതും യേശുവിനറിയാമോ? യേശുവിനറിയാമോ? എത്ര പേരത് വിശ്വസിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ സംഭവങ്ങൾ മുഴുവനും യേശുവിനറിയാമോ? ഒന്ന് ഉച്ചത്തിൽ വിളിച്ച്, യേശുവേ. ഭയങ്കര ഒരു സമാധാനമില്ലേ? കുറേ മോരും വെള്ളം കുടിച്ച മാതിരി തോന്നണം. വെള്ളം ഇനി കുടിക്കേണ്ട ആവശ്യം തന്നെയില്ല അവൾക്ക്. അന്ന മാതിരി അവൾക്ക് തോന്നി, നമുക്കും തോന്നിയില്ലേ? അവരിതൊക്കെ പറഞ്ഞെങ്കിലും അവർ വെള്ളമൊന്നും കുടിച്ചില്ല. അവൾക്ക് ഭയങ്കര ഒരു സമാധാനം. യേശുവിനെ അവൾ മുഖാമുഖം കണ്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയാണ്, അതെ, മിശിഹ വരും എന്ന് ഞങ്ങൾക്കറിയാം. മിശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാം ഞങ്ങളെ പഠിപ്പിക്കും. അപ്പോഴാണ് ചരിത്രപ്രസിദ്ധമായ ഈ പ്രഖ്യാപനം. ഈശോ പറയാണ്, ഞാനാകുന്നു അവൻ, ഞാനാകുന്നു ആ മിശിഹ. മിശിഹായെ, യേശുവിനെ അവൾ കണ്ടതോടെ അവളുടെ ജീവിതം നിമിഷം കൊണ്ട് പാടെ മാറി മറിഞ്ഞു. സ്നേഹമുള്ളവരെ, ഇതാണ് അഭിഷേകാഗ്നി. ഇതാണ് കർത്താവിൻ്റെ അഭിഷേകം. ഇതാണ് അഗ്നി. ഇതാണ് കത്തിപ്പടരുന്ന ദൈവസ്നേഹത്തിൻ്റെ ജ്വാല. യേശുവിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിൽ, യേശുവിൻ്റെ അഭിഷേകാഗ്നിയിൽ കിണറ്റിൻകരയിൽ വെച്ച് ഇവൾ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ അവളുടെ ഭർത്താവല്ല എങ്കിലും യേശു അവളുടെ പാപം മുഴുവനും ഒപ്പിയെടുത്തു. കാരണം യേശു എന്തിനാ വന്നിരിക്കുന്നത്? പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. ദൈവം രക്ഷിക്കുന്നു.
അവരുടെ ജീവിതം അന്നു മുതൽ ഒരു പുതിയ ജീവിതമായി എന്ന് മാത്രമല്ല, അവള് നട്ടുച്ചയ്ക്ക് വെള്ളമൊക്കെ പിടിക്കാൻ വരണവരാരും അത്യാവശ്യമായിട്ട് വെള്ളത്തിന് വേണ്ടി വന്നതായിരിക്കാം. പക്ഷേ ആ വെള്ളവും കുടവും ഉപേക്ഷിച്ചുകൊണ്ട് അവൾ ഉടനെ സുവിശേഷ വേലയ്ക്ക് പോയി. ഇപ്പം നിങ്ങളിൽ ഒരുപാട് പേര് ഈ ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവരുന്നതിനൊക്കെ ചില ലീഡർമാരുണ്ടില്ലേ, എന്ന പോലെ ഈ സമരിയാക്കാരി അവരുടെ സമരിയ പട്ടണത്തിൽ പോയി 2-3 ബസ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ആളുകളെ മുഴുവനും അഭിഷേകാഗ്നി കിണറ്റിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. കർത്താവ് സമരിയ പട്ടണത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി, സമരിയ പട്ടണത്തിൽ യഹൂദന്മാർക്ക് പ്രവേശനം പോലും ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങോട്ടേക്ക് കടത്തൂല, അവിടെ നിന്ന് വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കില്ല. കർത്താവിൻ്റെ ഒരു പരിപാടി നോക്കിയേ. ഈ പാവം പെണ്ണിനെ കൊണ്ട് അവളെ കർത്താവിൻ്റെ ഒരു അഭിഷിക്തയാക്കി. കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞു. അവൾ സമരിയ പട്ടണവാസികളെല്ലാം കിണറ്റിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഏതുപോലെ ഇപ്പോൾ എത്ര ബസ്സുകളാണ് കിടക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്തുനിന്ന്, ആലപ്പുഴയിൽ നിന്ന്, അങ്ങ് കാസർഗോഡിൽ നിന്ന്, അതാണ് നമ്മുടെ സമരിയ. യൂദയായിലും ജെറുസലേമിലും സമരിയായിലും ഉള്ള ആളുകളെല്ലാം ഇതാ വിളിച്ച് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അവര് ദിവസങ്ങൾ യേശുവിൻ്റെ വാക്ക് കേട്ടു. അത് കഴിഞ്ഞപ്പോൾ അവർ പറയാണേ, ഇപ്പം ഈ ബസ്സിൽ കൊണ്ടുവന്നേക്കണ നിങ്ങളെല്ലാവരും തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ബസ്സിൽ നിങ്ങളെ കൊണ്ടുവന്ന ഒരു ലീഡർ ഉണ്ടല്ലോ, അവരോട് നിങ്ങൾ എന്ത് പറയും? ഇനി നിന്റെ വാക്ക് കേട്ടിട്ടൊന്നുമല്ല, ഞങ്ങൾ നേരിട്ട് യേശുവിനെ കേട്ടിരിക്കുന്നു എന്ന പോലെയാണ്. വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾ സന്തോഷിച്ചാൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾ ബസ്സിൽ മടങ്ങിപ്പോണ നേരത്ത് കൊണ്ടുവന്ന ആൾക്കാരോട് പറയാൻ പോണെന്ത്, ഇനിയിപ്പം നീ കൊണ്ടുവന്നിട്ടൊന്നുമല്ല, ഞങ്ങൾ തന്നെ നേരിട്ട് യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം കേട്ടോ. ഈ സമരിയക്കാരിയോട് അവരതാ പറഞ്ഞത്. അവരെന്ത് പറഞ്ഞു? ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ നേരിട്ട് അവനെ കേട്ടിരിക്കുന്നു. ഇവനാണ് സത്യമായും ലോകരക്ഷകനെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നെല്ലാവരും പറഞ്ഞേ, ഇവനാണ് ലോകരക്ഷകനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനം ഒന്ന് വായിച്ചേ. എത്രയാണ് വചനം? യോഹന്നാന്റെ സുവിശേഷം 4:42. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ. യോഹന്നാൻ 4:42. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. യോഹന്നാൻ 4:42. എളുപ്പം ഓർത്തിരിക്കാം. 4 4ന്റെ പകുതി 2 ഇല്ലേ? 4:42. ഒന്നെല്ലാവരും പറഞ്ഞേ. 4:42. എല്ലാവരും ഏറ്റു പറഞ്ഞേ. അവർ ആ സ്ത്രീയോട് പറഞ്ഞു. കരമുയർത്തി, ശബ്ദമുയർത്തി, കരമുയർത്തി ഉച്ചസ്വരത്തിലേറ്റ് പറയുക. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, നിന്റെ വാക്കുകൾ കൊണ്ടല്ല, വാക്കുമൂലമല്ല. കാരണം ഞങ്ങൾ തന്നെ, എല്ലാവരും ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും കരമുയർത്തി അധരം തുറന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരത്തിലേറ്റു പറയുകയാണ്. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും കാണുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു.
എന്തായിന്ന് പറയണേ? അവിടെ എന്തായിന്ന് പറയണേ? മനസ്സിലായി. മനസ്സിൽ. ഇത് കണ്ടോ? ഈ ഗ്ലാസ് കണ്ടോ? ഈ ഗ്ലാസ് കണ്ടോ? ഈ ഗ്ലാസ്സിൽ എന്തെങ്കിലും ഒഴിക്കണതിനെയാണ് ഗ്ലാസ്സിൽ ആയി എന്ന് പറയുന്നത്. കണ്ടോ? ഇപ്പൊ ഗ്ലാസ്സിലായി. ഇവിടെ എന്താ കേട്ടത്? മനസ്സിലായി. മനസ്സിൽ ആകണം. എന്ത് മനസ്സിലാകണം? ഒന്നുകൂടി പറഞ്ഞ്. ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഒന്നുകൂടി ചിന്തിച്ച്, എന്താണ് ലോകരക്ഷകൻ എന്നുള്ളതിന് അർത്ഥം? യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം, ബുദ്ധൻ ബുദ്ധിസ്റ്റിന്റെ ദൈവം, കൃഷ്ണൻ ഹിന്ദുക്കളുടെ ദൈവം, മുഹമ്മദ് മുഹമ്മദിയരുടെ ദൈവം. ഇങ്ങനെ ഒന്നും ദൈവം ഉണ്ടാക്കിയിട്ടില്ല ആരെയും. ഒരു ദൈവമേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവമേ ഉള്ളൂ. എല്ലാവരും ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് ഒരു ദൈവമേ ഉള്ളൂ. കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് ഒരു ദൈവമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു, ഏക ദൈവം, ലോകരക്ഷകൻ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. 1 തിമോത്തി 1:17 തോന്നുന്നു. ഒന്ന് വായിച്ച്. 1 തിമോത്തി 1:17. 1 തിമോത്തി 1:17. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. 1 തിമോത്തി കണ്ട. 1 വീണ്ടും ഒരു 1 വീണ്ടും ഒരു 1 കണ്ടോ? 1:1:1:7. മനസ്സിലാക്കാൻ ഇങ്ങനെയാണ് തോർത്തിരിക്കണേ. 1 തിമോത്തി 1-ാം അധ്യായത്തിൽ 1:7 17-ാമത്തെ വചനം. എല്ലാവരും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരം കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞേ. ഇത് യുഗങ്ങളുടെ രാജാവും അനശ്വരനും. ശബ്ദമുയരുന്നില്ലല്ലോ, ഉച്ചത്തിൽ. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിൽ എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഏക ദൈവം. ഒരിക്കൽ ഉത്തരേന്ത്യയിൽ ഞാനിങ്ങനെ ശുശ്രൂഷ നടത്തുമ്പോൾ ഒരു സ്വാമി എൻ്റെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ചു, തോമസ് പോൾ സാറേ, നിങ്ങൾ പറയണു യേശു ക്രിസ്തുവിലൂടെയാണ് എല്ലാവരും രക്ഷിക്കപ്പെടുന്നതെന്ന്. നിങ്ങളാകെ 2% പേരേ ഉള്ളൂ. ബാക്കിയുള്ള 98% നിങ്ങൾ പറയണ ഈ യേശുവിൽ വിശ്വസിക്കുന്നതിന് പകരം ഈ 2% ആൾക്കാർ ഈ 98% പേര് പറയണതിൽ വിശ്വസിച്ചാൽ പോരെ? നിങ്ങളിങ്ങനെ വാശി പിടിക്കണം, നിങ്ങൾ യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളാകെ 2% പേരുള്ളൂ. ഒന്ന് കൈവീശി കാണിച്ചേ. എല്ലാവരും ഒന്ന് കൈവീശിയേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. അദ്ദേഹം പറയാണ് 98 അല്ലെങ്കിൽ 97 കൂട്ടിപ്പോ 97% ആളുകളും ഈ 3% പേര് വിശ്വസിക്കുന്ന ഈ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയണതിൻ്റെ എന്താണ് യുക്തി? അതിന് പകരം ദൈവം ഒന്നല്ലേ ഉള്ളൂ, നിങ്ങളങ്ങോട്ട് ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിച്ചാൽ പോരെ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല അതിൻ്റെ കാര്യത്തിൻ്റെ കിടപ്പ്. അല്ല, നിങ്ങളുടെ യേശുവിന് നിരവധി പേർ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോളോവേഴ്സ്, പിൻഗാമികൾ ഉള്ള പോലെ എല്ലാ മതസ്ഥാപകർക്കും പിൻഗാമികളുണ്ട്. എന്താ നിങ്ങളുടെ ഈ യേശുവിൻ്റെ ഇത്ര പ്രത്യേകത? ഞാൻ നോക്കിയപ്പോൾ ഇയാളോട് മുഴുവൻ ബൈബിളും പറയാനൊക്കെ ഇരുന്ന ആള് പോയി കളയും. അതുകൊണ്ട് 2-3 മിനിറ്റിനുള്ളിൽ ഇയാളോട് കാര്യം പറയണം.
പരിശുദ്ധാത്മാവേ, ഈ സ്വാമിയെ, ആ പൂജാരിയെ, നല്ല മനുഷ്യനാണ് അയാൾ. വളരെ ആത്മാർത്ഥമായ ഒരു ചോദ്യമാണിത്. ഇത് നമ്മളെല്ലാവരുടെ ഉള്ളിലുള്ളൊരു ചോദ്യമാണിത്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഉത്തരം കൊടുക്കേണ്ട ഒരു ചോദ്യമാണിത്. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇതാ പറയാൻ വന്നത്. ഞാൻ പറഞ്ഞു, ഈ യേശു ജീവിക്കുന്ന കാലത്ത് പറഞ്ഞ ഒരു സംഭവം പറയാം. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് ഈ യേശുവിൻ്റെ വ്യത്യാസം. ഈശോ പറഞ്ഞു, എനിക്ക് ഉടനെ ജെറുസലേമിലേക്ക് പോകണം, അവിടെ ആളുകൾ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഉടനെ പോകണമെന്ന്. കൈവീശി കാണിച്ച്, യേശുവേ യേശുവേ യേശുവേ, ഉച്ചത്തിലൊന്നുകൂടി വിളിച്ചേ, യേശുവേ യേശുവേ. ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, കാരണം അവിടെ ആളുകൾ എന്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് ആകെ ഒരു കൗതുകം തോന്നി. അങ്ങനെ ആരെങ്കിലും പോവോ ഓരോടത്തേക്ക്? അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ആൾക്കാർ കൊല്ലാൻ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകുമോ? നിങ്ങൾ പോവോ? ഇപ്പം ഇവിടെ നിന്ന് നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ആൾക്കാർ, എറണാകുളത്ത് നിങ്ങളുടെ വണ്ടിയെ തകർക്കാൻ ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം വഴി പോകുമോ? ഇല്ല, നിങ്ങൾ കോട്ടയം വഴി പോകുമായിരിക്കും, ഇല്ലേ? എന്നാൽ യേശു അങ്ങനെ വഴി മാറിപ്പോയില്ല. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ആകാംക്ഷയായി. അതെന്താ, സാധാരണ നമ്മളെ ആരെങ്കിലും കൊല്ലാനിരിക്കുന്നു എന്ന് വിവരം കിട്ടിയാൽ നമ്മൾ എന്തിനാ വിവരം കിട്ടണത്? നമ്മൾ ആ വഴി മാറിപ്പോകാനാണ്, ഇല്ലേ? മനസ്സിലായ എല്ലാവർക്കും? പക്ഷേ യേശു എന്തു ചെയ്തു? യേശു പറയാണ്, എനിക്ക് വേഗം പോകണം, കാരണം അവരെന്നെ നോക്കിയിരിക്കുകയാണ്. എന്തിനു നോക്കിയിരിക്കണു? എന്നെ പീഡിപ്പിക്കാനും കൊല്ലാനും കുരിശിൽ തറയ്ക്കാനും. പക്ഷേ ഒരു കാര്യം കൂടി യേശു പറഞ്ഞു, അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഒന്നെല്ലാവരും കരം ഉയർത്തിയേറ്റ് പറഞ്ഞേ, എന്നാൽ 3 ദിവസത്തിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉച്ചത്തിൽ പറഞ്ഞേ, എന്നാൽ 3 ദിവസത്തിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ, ഈ കൊല്ലപ്പെട്ട ഞാൻ. അപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവന് വല്ല ശക്തി ഉണ്ടോ? പക്ഷെ യേശു പറയാണ്, അവരെന്നെ കൊല്ലും, എന്നാൽ ഒന്നുകൂടി പറഞ്ഞേ, എന്നാൽ 3 ദിവസത്തിന് ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു. ആര്? ഈ കൊല്ലപ്പെട്ട യേശു. അങ്ങനെ അതിന് അർത്ഥമുണ്ടോ? അതാണ് അതിന്റെ അർത്ഥം. അവരെന്നെ കൊല്ലും, ആ കൊല്ലപ്പെട്ട ഞാൻ കൊല്ലപ്പെട്ട ശേഷം എന്നിലുള്ള ദൈവത്വം കൊല്ലപ്പെടുന്നില്ല. ദൈവത്തെ കൊല്ലാൻ ആർക്കെങ്കിലും പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അവരെന്നെ കൊല്ലും, അവരെന്നെ കുഴിച്ചിടും, എന്നാൽ 3 ദിവസത്തിനകം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാനിത് പറഞ്ഞു. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ഞാൻ അയാളോടത് പറഞ്ഞു, യേശു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ആകാംക്ഷയായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് യേശു പറഞ്ഞ പോലെ തന്നെ യെരൂശലേമിലേക്ക് ചെന്നു. അവര് നോക്കിയിരിക്കുകയാണ്. അവരവനെ ബന്ധിച്ചു, അവരവനെ കുരിശിൽ ചമപ്പിച്ചു, അവരവരെ കുരിശിൽ തറച്ചു. ഇതെല്ലാം യേശുവിന് മുമ്പേ അറിയായിരുന്നോ ഇല്ലയോ? സങ്കീർത്തനങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അവരെൻ്റെ കൈകാലുകൾ കുത്തി തുളയ്ക്കും. ഓ, അത് പൂർത്തിയായി. അങ്ങനെ അവരവനെ കൊന്നു കുഴിച്ചിട്ടു. ഈ ഭാഷ ഈ സ്വാമിക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെയാണ്. അവരവനെ കൊന്ന് കുഴിച്ചിട്ടു.
ഞാൻ ചോദിച്ചു, സ്വാമി, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മതസ്ഥാപകൻ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ മരിച്ചാൽ ഇത്രാം ദിവസം ഉയർത്തെഴുന്നേക്കുന്നു? പറഞ്ഞിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ടോ? എന്നാൽ ഇവിടെ ഈ യേശുവിനെ കൊന്നതും കുഴിച്ചിട്ടതും ഒരു ചരിത്ര സംഭവമാണ്. ഇതൊരു കഥയല്ല, ഇതൊരു മിത്തോളജി അല്ല. മിത്ത് എന്നുള്ളതിന് മലയാളം എന്താ? ഇതൊരു ഐതിഹ്യം. ഇതൊരു ഐതിഹ്യമല്ല. ഇത് ആളുകൾ ഒരു അരമനയിൽ, ഒരു കോടതിയിൽ, അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്, പന്തിയോസ് പീലാത്തോസിന്റെ ഭരണകാലത്ത് ഗവർണറായിരിക്കുമ്പോൾ അവിടുത്തെ കോടതിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണത്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ പന്തിയോസ് പീലാത്തോസ് കയറി പറ്റിയത്. കാരണം ഇത് ചരിത്ര സംഭവമാണത്. ഇതൊരു ഐതിഹ്യമല്ല, ഇതൊരു കഥയല്ല. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അവൻ പീഡകൾ സഹിച്ചു. അവനെ അവർ കൊന്നു, കുഴിച്ചിട്ടു. പന്തിയോസ് പീലാത്തോസ് അതിന് അടയാളമാണ്, സാക്ഷിയാണ്. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പന്തിയോസ് പീലാത്തോസ് തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? ഇതുപോലെ ഒരു വിധിവാചകം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ 19-ാം അധ്യായത്തിൽ 6-ലാണെന്ന് തോന്നുന്നു. യോഹന്നാൻ 19-ൽ വായിച്ചേ നോക്കിയേ, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. വിധിയുടെ ആദ്യ ഭാഗമാണ്. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒന്ന് കരമുയർത്തി എല്ലാവരും ഏറ്റുപറഞ്ഞ്, എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇനി വാസ്തവത്തിൽ അടുത്തത് എന്താ ജഡ്ജ് പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ ഇവനെ നിരുപാധികം വിട്ടയക്കുന്നു എന്നല്ലേ പറയേണ്ടത്? ഇല്ലേ? ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇത് ദൈവവചനമാണ്. പന്തിയോസ് പീലാത്തോസ് പറഞ്ഞതാണത്. ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവനെ വിട്ടയക്കുന്നു എന്നാണോ അടുത്ത് പറയണേ? ഒന്ന് അടുത്ത വചനം ശ്രദ്ധിച്ചോ. അടുത്തെന്താ പറയണേ? യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് ഇവൻ മരിക്കണം, കാരണം ഇവൻ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. പന്തിയോസ് പീലാത്തോസ് എന്ത് പറഞ്ഞു? തുറന്നു വായിക്കാം. ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. നിങ്ങൾ തന്നെ അവനെ കുരിശിൽ തറയ്ക്കുമെന്ന് എഴുതിയിട്ടില്ലേ ഒരു വചനം? നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. അതെവിടാണത്? അപ്പോ ഇങ്ങനെ സംശീകരിക്കാം, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗം നോക്കൂ, നിങ്ങൾ തന്നെ ഇവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കും. പന്തിയോസ് പീലാത്തോസ് തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നിട്ട് പറയാണ്, നിങ്ങൾ തന്നെ ഇവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കും. ഇതെന്തൊരു വിധിയാണ്! എനിവേ, അപ്പോ ഇവനെ കുരിശിൽ തറച്ചതും ഇവനെ കുരിശിൽ തറച്ച് കൊന്നു കുഴിച്ചിട്ടതും ഒരു ചരിത്ര സംഭവമാണ്. അത് പന്തിയോസ് പീലാത്തോസിന്റെ അരമന കോടതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നതും ഈ വിധിവാചകം രേഖപ്പെടുത്തിയിരിക്കുന്നതും അതനുസരിച്ച് ആ വിധി നടപ്പാക്കുകയും ചെയ്തതാണ്. ഇത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പൂജാരി ചോദിച്ചു, എന്നിട്ട് എന്ത് സംഭവിച്ചു? മൂന്നാം ദിവസം എന്ത് സംഭവിച്ചു? മൂന്നാം ദിവസം ഈ ദേഹം പറഞ്ഞ പോലെ തന്നെ സർവാധിപനായ കർത്താവായ ഈശോ മിശിഹ മരിച്ച് കബറിടത്തിൽ കിടക്കുകയെ ആ മൂന്നാം ദിവസം അവൻ സർവപ്രതാപത്തോടെ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇയാൾ ചോദിക്കണേ, ഈ